ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രാണഭയം എല്ലാവർക്കുമുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ എങ്ങനെയും ജീവൻ നിലനിർത്തുവാനായി നെട്ടോട്ടമോടുകയും അതിനുവേണ്ടി എന്ത് സാമ്പത്തിക ബാധ്യതകൾ വന്നാലും ആ ജീവൻ നിലനിർത്തുവാനായി പരിശ്രമിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. മനുഷ്യ സഹജമാണ്. അനിവാര്യമായും മനുഷ്യർക്കുണ്ടാകുന്ന പ്രകൃതിപരമായി മനുഷ്യനിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു അടയാളമാണ് പ്രാണഭയം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലും പറയുകയാണ്. നിങ്ങൾ എവിടേക്കാണ് ഒളിച്ചോടുന്നത് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅ, സൂറത്തുൻ നിസാ, സൂറത്തു ആലി ഇമ്രാൻ, അങ്ങനെ ഒട്ടനവധി അധ്യായങ്ങളിൽ കൂടി മനുഷ്യരെ വിളിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മോട് പറയുകയാണ്. സൂറത്തു നിസായിലെ 78-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ ഒരു ഉദാഹരണം, നിങ്ങൾ എവിടേക്കാ ഓടി ഒളിക്കുന്നത്? ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നായാലും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിലെ വചനം പ്രകാരമാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദത്തിൻ. എവിടെയായിരുന്നാലും, എത്ര ബുറൂജിൻ്റെ ഉള്ളിലായിരുന്നാലും ആ മരണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിൻ്റെ മലക്ക് പിടികൂടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 34-ാമത്തെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. അല്ലയോ പ്രവാചക, അങ്ങേക്ക് മുമ്പ് ഒരു മനുഷ്യൻക്കും നാം അനശ്വരത നൽകിയിട്ടില്ല. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. ഇനി താങ്കൾ മരിച്ചാൽ മറ്റുള്ളവർ അനശ്വരരായി ജീവിക്കുമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആ മനുഷ്യർ വിചാരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണമാണ്, വഫാത്താണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം ആ ചരിത്രങ്ങളൊക്കെ. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള വല്ലാത്ത ഒരു ഇടപെടൽ നടത്തിയ ഒരു രംഗമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷമെന്ന് നാം പല ഒരു ചരിത്രത്തിൽ നിന്ന് നാം അറിയുന്നതാണ്, പഠിച്ചതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ടില്ല, പ്രവാചകർ മരിച്ചിട്ടില്ല. ഇനി എങ്ങാനും പ്രവാചകർ വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞവൻ്റെ കൈകാലുകൾ മുറിക്കുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുശരീരത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് വിലപിക്കുന്നതായി ബുഖാരി പോലെയുള്ള ഹദീസുകളിൽ നാം വായിക്കുകയാണ്. പ്രവാചകരുടെ വിയോഗ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപത്തുണ്ടായിരുന്നില്ല. പ്രവാചകരുടെ വഫാത്ത് വിവരം അറിഞ്ഞുകൊണ്ട് ദൂരെയുള്ള മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്തിൻ്റെ അരികിൽ എത്തുകയാണ്. അപ്പോഴേക്കും കാണുന്ന രംഗങ്ങളൊക്കെ നാം മനസ്സിലാക്കിയതാണ്. റളിയല്ലാഹു അൻഹു വാളൂരി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ വധിച്ചു കളയും, ഗളച്ഛേദം ചെയ്യും, എൻ്റെ പ്രവാചകൻ ആരെങ്കിലും വഫാത്തായി എന്ന് പറഞ്ഞാൽ. ശാന്തനായിക്കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ വദനത്തിലുണ്ടായിരുന്ന ആ തുണി മാറ്റിക്കൊണ്ട് ചുംബനം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, പ്രവാചകരോട് പറയുന്നത് പോലെ താങ്കൾക്ക് 2 മരണം അല്ലാഹു തആല വിധിച്ചിട്ടില്ല. അള്ളാഹു ഒരിക്കലും താങ്കൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ വിലപിച്ചുകൊണ്ട് നിൽക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സ്വഹാബാക്കളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രവാചകന്റെ മരണം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അലാ, നിങ്ങളറിയണം മൻ കാന യഅബ്ദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങളെങ്ങാനും പ്രവാചകനെ ആരാധന ചെയ്തുവെങ്കിൽ, പ്രവാചകനെ ഇബാദത്ത് ചെയ്തുവെങ്കിൽ, ഇതാ ആ പ്രവാചകൻ വഫാത്തായിരിക്കുകയാണ്. വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്നഹു ഹയ്യുൽ ലാ യമൂത്. ഇനി അല്ലാഹുവിനെയാണോ നിങ്ങൾ ആരാധിച്ചിരുന്നുവെങ്കിൽ അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്, അവന് മരണമില്ല. അല്ലാഹുവിൻ്റെ പ്രവാചകർ വഫാത്തായിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്. സൂറത്ത് സുമറിലെ 30-ാമത്തെ ആയത്തും സൂറത്ത് ആലി ഇംറാനിലെ 144-ാമത്തെ ആയത്തും അല്ലാഹുവിന്റെ പ്രവാചകരോട് റബ്ബുൽ ആലമീൻ പറയുന്ന ആയത്തുകളാണ്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ വമാ മുഹമ്മദൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ. പ്രവാചക, അവരും മരിക്കും, താങ്കളും മരിക്കുക തന്നെ ചെയ്യും. താങ്കൾ ഒരു പ്രവാചകനാണ്. ഇതിനു മുമ്പ് എത്രയോ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരെല്ലാം ഒരു പക്ഷേ വധിക്കപ്പെട്ടിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട് എന്നുള്ള ആയത്തുകൾ കേൾക്കുമ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു സമാധാനമടയുന്നത് എന്ന് നാം ചരിത്രത്തിൽ വായിക്കുകയാണ്. ഏറ്റവും വലിയ ദുരന്തമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. പ്രവാചകൻ പലപ്പോഴും സ്വഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾക്കെന്തെങ്കിലും മുസീബത്തുകൾ വന്നാൽ എൻ്റെ വിയോഗം നിങ്ങൾ ഓർക്കണം. കാരണം ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസ്വായിബ്, ദുരന്തങ്ങളിൽ വച്ച് ഏറ്റവും വലിയ മുസീബത്ത് എൻ്റെ വിയോഗമാണ് എന്ന് സ്വഹാബാക്കളെ നിങ്ങൾ അറിയണം. അതുകൊണ്ട് നിങ്ങൾക്ക് ബാധിക്കുന്ന മുസീബത്ത് ഒന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്. പലരുടെയും മരണങ്ങൾ സങ്കട കണ്ണീരായിട്ടുണ്ട്. പലർക്കും സഹിക്കാൻ വയ്യാത്ത ചേതനയറ്റ ശരീരത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിലവിളിക്കുന്ന രംഗങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എത്രയോ മരണങ്ങൾ അതിന് ഉദാഹരണമാണ്. നോക്കൂ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ മകൻ ഇബ്രാഹിം വളരെ കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ, 16-17 മാസങ്ങൾ. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഇബ്രാഹിമിൻ്റെ ചേതനയറ്റ ശരീരം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകളിൽ എടുക്കുകയാണ്. എന്നിട്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി ബാഷ്പകിരണങ്ങൾ ഒഴുകുന്നത് കണ്ടുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അന്ത റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലും കരയുകയാണോ? പുന്നാര റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്നഹാ റഹ്മത്തുൻ, ഇത് അനുഗ്രഹമാണ് ഇബ്നു ഔഫ്, ഇത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഇന്നൽ ഐന തദ്മഉ വ ഖൽബു യഹ്സൻ, നിശ്ചയം കണ്ണു നനയും, വേണ്ടപ്പെട്ടവരുടെ വേർപാടുകൾ കണ്ണുകൾ നനയും, മനസ്സ് ദുഃഖിക്കുക തന്നെ ചെയ്യും. വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബനാ, എന്നാൽ റബ്ബിന് തൃപ്തികരമല്ലാത്ത ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്നും വന്നു പോകരുത്. വേണ്ടപ്പെട്ടവരായിരിക്കാം മരിക്കുന്നത്, അതിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കാം, എന്നാൽ അവരുടെ വിയോഗം, അവരുടെ മരണം ഒരിക്കലും തന്നെ റബ്ബിന് തൃപ്തികരമായിട്ടുള്ള വാക്കുകൾ പറയുവാൻ ഇടപെടരുത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അവസാനം, വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, പ്രിയപ്പെട്ട ഇബ്രാഹിം, പൊന്നുമോനെ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. അല്ലാഹുവിൻ്റെ അജലെത്തിക്കഴിഞ്ഞു, ഞാൻ നിസ്സഹായനാണ് എന്ന് വിലപിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹതാപാർഹമായിട്ടുള്ള ചില രംഗങ്ങളാണ് സ്വഹാബാക്കൾ കാണുന്നത്. വിശ്വാസികളെ, മരണം അങ്ങനെയുള്ളതാണ്. എല്ലാ സുഖങ്ങളുടെയും അന്ധകനാണ് മരണം. ആ മരണത്തെക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾക്ക് അധികമായി ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യൻ്റെ നിസ്സഹായതയുടെ ഏറ്റവും വലിയ അടയാളമാണ് വിശ്വാസികളെ മരണമെന്ന് പറയുന്നത്. കുടുംബക്കാരുടെ ഏറ്റവും വലിയ നിസ്സഹായതയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലരുടെയും മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പലരുടെയും വേർപാടിന് നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്ന എത്രയോ സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിസ്സഹായമായ ഒരവസ്ഥയാണ്. ആർക്കും ഒന്നും ചെയ്യുവാൻ പറ്റാത്ത,
എത്ര തന്നെ ഭിഷഗ്വരന്മാരുടെ സാന്നിധ്യമുണ്ടായാലും, എത്ര തന്നെ ആതുരാലയങ്ങളിൽ ചെന്നുകൊണ്ട് അവരുടെ സഹായങ്ങൾ തേടിയാലും ഒരിക്കലും മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റാത്തതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ആ കുടുംബക്കാരുടെ നിസ്സഹായത എത്രയോ നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ പിതാവിൻ്റെ മരണം, അതാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എൻ്റെ പിതാവിൻ്റെ മരണത്തിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിനെ അറിയാത്തവരായി ഇവിടെയുള്ളവരിൽ പലർക്കും, എല്ലാവർക്കും അറിയാം. എൻ്റെ പിതാവിൻ്റെ മരണത്തോടടുക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ട കാഴ്ച അത്ഭുതമാണ്. ഇതുപോലെയായിരിക്കാം മറ്റുള്ളവരുടെയും ജീവിതത്തിൽ. ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുകയാണ്, സംസാരിക്കുവാൻ വേണ്ടി പോലെയുള്ള ആ ആഫിയത്ത് പോലും നഷ്ടപ്പെടുകയാണ്, ചലനശേഷി നഷ്ടപ്പെടുകയാണ്, ചുറ്റുപാടുമുള്ളതെല്ലാം മറക്കുകയാണ്. ഒരേ ഒരു മന്ത്രമാണ് കുടുംബക്കാർക്ക്. ഞാൻ ഓർക്കുകയാണ്, മാസങ്ങളോളം എൻ്റെ പിതാവ് കുടുംബക്കാരെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹോദരൻ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതാണ്, അള്ളാഹുവേ എൻ്റെ മരണം ഖൈറാണെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. അല്ലാഹുമ്മ അഹ്യീ മാ കാനത്തുൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തുൽ വഫാതു ഖൈറൻ ലീ. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നതാണ്. മനുഷ്യൻ്റെ നിസ്സഹായതയുടെ വിളംബരമാണ് ആ പ്രാർത്ഥന. ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ എൻ്റെ ജീവിതം ഖൈറാണെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം, അതല്ല എൻ്റെ മരണമാണ് ഖൈറ് എങ്കിൽ നീ എന്നെ മരിപ്പിക്കണം റബ്ബേ എന്നും പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന ഒരുപക്ഷെ മരിക്കാൻ വേണ്ടി കിടക്കുന്നയാൾക്ക് പോലും പറയുവാനുള്ള ആ ചലനശേഷി പോലും നഷ്ടപ്പെടുന്ന സമയത്ത് മക്കൾ, വേണ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് ഈ പിതാവിൻ്റെ മരണം അത് നീ ഖൈറാണെങ്കിൽ ഇത്രയും വേഗം നീ മരിപ്പിക്കണമേ, അതല്ല ജീവിക്കുവാനാണ് റബ്ബേ നിന്റെ പക്കലുള്ള ഖൈറ് എങ്കിൽ എൻ്റെ പിതാവിനെ അല്ലെങ്കിൽ എൻ്റെ ഈ വേണ്ടപ്പെട്ട ഇയാളെ നീ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച എത്രയോ രംഗങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ശതകോടീശ്വരന്മാരുടെ മരണത്തിൽ പോലും നാം ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദയനീയമായിട്ടുള്ള രംഗങ്ങൾ. കഴിഞ്ഞ ആഴ്ചകളിലായി ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരനെന്ന് പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ച ശതകോടീശ്വരൻ്റെ ഒരു മകൻ മരിച്ചത് നാം പത്രങ്ങളിൽ കണ്ടു. 15-ാമത്തെ വയസ്സിൽ ലണ്ടനിൽ പോയി സൈനിക അഭ്യാസത്തിന് വേണ്ടി പഠിച്ച സൈനിക സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് കാര്യമായ ക്ഷതം സംഭവിച്ചു. ചെയ്യാവുന്നതിലധികവും ആ കുടുംബം ചെയ്തു. സൗദി സ്ഥാപകനായ അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കിടാവ് കൂടിയാണ്. വലീദ് ബിൻ ഖാലിദ് ബിൻ തുലാൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 15 വയസ്സുള്ള സമയത്താണ് ലണ്ടനിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആക്സിഡന്റ് സംഭവിച്ച് ബ്രെയിൻ തകരാറ് സംഭവിക്കുന്നത്. 20 വർഷമാണ് അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ഈ ലോകത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കുടുംബക്കാരെയെല്ലാം ഇന്ന് നാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നും പറഞ്ഞുകൊണ്ട് ആ പ്രിൻസ് കുടുംബം സമാധാനമടഞ്ഞത്. അള്ളാഹുവിൻ്റെ വിധി എത്രമാത്രം പലർക്കും പ്രയാസപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മരണത്തിൻ്റെ ആ ആയുസ്സെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തുണ്ടാവുകയില്ല. അത് എവിടെയായിരുന്നാലും ഏത് കോട്ടക്കൊത്തളങ്ങളിൽ ഒളിച്ചിരുന്നാലും ആ ദൈവദൂതൻ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ശതകോടികൾ മുടക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ലണ്ടനിലെ എത്രയോ ആശുപത്രികൾ കയറിയിറങ്ങി ആ ഖാലിദ് ബിൻ വലീദ് തുലാലിൻ്റെ ആ ശരീരവുമായി അവസാനം റിയാദിലെ സൗദിയിലെ വീട്ടിൽ വെച്ചുകൊണ്ട് എല്ലാ ആതുരാലയങ്ങളുടെയും സംവിധാനത്തോടുകൂടി വെന്റിലേറ്റർ സഹായത്തോടുകൂടി 20 വർഷമാണ് തള്ളി നീക്കിയത്. നോക്കൂ സഹോദരങ്ങളെ, ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കോടികൾ കൊണ്ടൊന്നും സാധ്യമാകാത്ത, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത നിസ്സഹായതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിശ്വാസികളെ കഴിഞ്ഞയാഴ്ച ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരൻ എന്നുള്ള ഖ്യാതി നേടിയ ആ 35 വയസ്സുകാരൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത് എന്ന് നാം പത്രങ്ങളിൽ വായിച്ചതാണ്. എന്തുണ്ട് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴൊക്കെ നാം പ്രവാസ ജീവിതത്തിലേക്ക് യാത്രയേക്കാറുണ്ട്. പലരെയും, പിതാവിനെ, മകനെ, വേണ്ടപ്പെട്ടവരെയൊക്കെ നാം യാത്രയേക്കാറുണ്ട്. യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ നാം പലപ്പോഴും ചോദിക്കാറുണ്ട്, മോനെ പാസ്പോർട്ട് എടുത്തുവോ,
നിന്റെ എല്ലാ പാഥയും ഒരുക്കിയോ, എന്തെങ്കിലുമൊക്കെ മറന്നുപോയോ എന്നൊക്കെ നാം പലരോടും ചോദിച്ചിട്ടുണ്ട്, അല്ലേ? നാം കേൾക്കാറുണ്ട്. വിശ്വാസികളെ, അവസാനത്തെ ഒരു യാത്ര, ആ യാത്രയപ്പിലൊക്കെ ഒരുപക്ഷെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം. നമ്മുടെ ഈ യാത്ര ഉണ്ടല്ലോ, തിരിച്ചു വരാൻ സാധിക്കുമോ സഹോദരങ്ങളെ? ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ആ ഒരു യാത്രയാക്കുമ്പോഴേക്കും നാം നമ്മുടെ പിതാവിന് വേണ്ടി, നമ്മുടെ മകന് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് കരയാറുണ്ട്. ആ കരയുമ്പോൾ നാം ഓർക്കണം, നമ്മുടെ ജീവിതം ഇതുപോലെയുള്ള ഒരു അവസാന സമയത്ത് എത്തി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി കരയുന്നവർ ആരുണ്ട്? ഒരിക്കൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു, പ്രമുഖ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരാൾക്കൂട്ടം കാണുകയാണ്. ഒരു ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ പൊട്ടിക്കരയുന്നത് കണ്ടുകൊണ്ട് ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലയോ സഹോദരൻ, എന്തിനായി കരയുന്നത്? പറയുന്ന മറുപടി, എൻ്റെ വേണ്ടപ്പെട്ടവൻ്റെ വിയോഗമാണ്, മരണപ്പെട്ടു. ഇത് കേൾക്കുമ്പോഴേക്കും ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വിഡ്ഢിയായ മനുഷ്യ, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വാതായനം തുറന്നു, അദ്ദേഹം പോകേണ്ട വാതിലിൽ കൂടി അദ്ദേഹം പ്രവേശിച്ചു. നിന്റെ ജീവിതത്തിലേക്ക് അനിവാര്യമായ ഒരു വാതിൽ തുറക്കുവാനുള്ള സമയം എണ്ണിക്കഴിഞ്ഞുവെന്ന് നീ മനസ്സിലാക്കുക. അതിനുവേണ്ടി നീ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഓരോ വിശ്വാസിയോടും ചോദിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ വരുന്ന ആ മരണത്തിന് വേണ്ടിയുള്ള പാഥേയം ഒരുക്കുവാൻ നമ്മുടെ കൈകളിൽ എന്തുണ്ട് സഹോദരങ്ങളെ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുറു നഫ്സും ബിമാ ഖദ്ദമത്. കരുതി വച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരുക്കി വച്ചിട്ടുണ്ടോ നമ്മുടെ ആ പാഥേയം? അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുവാനുള്ള ആ ഒരു സമയം എന്നാണെന്ന് നമുക്കാർക്കെങ്കിലും ഉറപ്പുണ്ടോ സഹോദരങ്ങളെ? ഉറപ്പുണ്ടോ? തിരിച്ചു വരാത്ത യാത്രയാണ്. പലപ്പോഴും അവരെക്കുറിച്ച് നാം കരയാറുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഓർത്തുകൊണ്ട് നാം കരയാറുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട് സ്വഹാബാക്കളോട്, കേട്ടതാണ് നാം, സ്വഹാബാക്കളെ, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യുക, റബ്ബ് നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി. വസ്നു അൻഫുസകും ഖബല അൻ തുസ്നു, നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിന് മുമ്പായി, റബ്ബിൻ്റെ സവിധത്തിൽ എത്തുന്നതിന് മുമ്പായി. സ്വഹാബാക്കളെ, നിങ്ങളുടെ പാഥേയം, നിങ്ങളുടെ കർമ്മങ്ങൾ ഒന്ന് തൂക്കി നോക്കണേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും പറയാറുണ്ട്. എന്തിനാ തൂക്കി നോക്കണമെന്ന്? എന്തിനാ നിങ്ങൾ വിചാരണ ചെയ്യണം? അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഖലീഫ പറയുകയാണ്, ഫഇന്നഹു അഖഫ അലൈക്കും ഫിൽ ഹിസാബി ഗദാ, നാളെയുടെ വിചാരണ എളുപ്പമാകുവാൻ വേണ്ടി, നാളെ റബ്ബിൻ്റെ കോടതിയിൽ എത്തിയിട്ട് വിലപിക്കുവാൻ, കൈകടിക്കുവാൻ ഇടവരരുത് എന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടു എങ്കിൽ വിശ്വാസികളെ, മരണത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യവും എണ്ണി നോക്കണം, തൂക്കി നോക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വലൗ അന്നാ ഇദാ മുത്തിനാ തുരിക്കിനാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ വലാകിന്നാ ഇദാ മുത്തിനാ ബുഇത്നാ വനസ്അലു ബഅദദാ അൻ കുല്ലി ഹയ്യിൻ. വിചാരണയൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്കാണ് നാം പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്ര റാഹത്താകുമായിരുന്നു എന്ന് കവി ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിലെ 12-ാമത്തെ ആയത്തിന് വിശദീകരണം നൽകുന്ന പല മുഫസ്സിരീങ്ങളും ഈ കവിത എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്താണ്? വലൗ അന്നാ ഇദാ മുത്തിനാ തുരിക്കിനാ, ഈ മരണത്തോട് നമ്മെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ, നമ്മുടെ ജീവിതം എത്ര റാഹത്താകുമായിരുന്നു. വലാകിന്നാ ഇദാ മുത്തിനാ ബുഇത്നാ, അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഒരു പുനർജീവിതമുണ്ട്, ഒരു പരലോകമുണ്ട്, ഒരു വിചാരണയുണ്ട്, സിറാത്തുൽ മുസ്തഖീമുണ്ട്, ഒരു പാലമുണ്ട്. അവിടെ കടന്നു പോകണം, ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം ഉത്തരം പറയണം. വനസ്അലു ബഅദദാ അൻ കുല്ലി ഹയ്യിൻ. ഈ ഒരു ബോധമുണ്ടാകുമ്പോൾ വിശ്വാസികളെ, നമുക്കെങ്ങനെയാണ് നമ്മുടെ ജീവിതം റാഹത്താവുക എന്ന് ആ പ്രിയപ്പെട്ട ശാഇർ ചോദിക്കുകയാണ് ഓരോ വിശ്വാസികളോടും. അല്ലാഹുവിൻ്റെ കലാമിൽ പറഞ്ഞതുപോലെ, യാ ലൈതഹാ കാനത്തുൽ ഖാളിയ, ആ മരണത്തിന് ശേഷമുള്ള ആ വിചാരണ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ എത്രയാണ് ജീവിതം റാഹത്താകുമായിരുന്നു. മാ അഗ്നാ അന്നീ മാലിയ, സമ്പാദിച്ചതെല്ലാം ഉപകാരപ്പെടാത്ത ആ ഒരു ദിവസത്തെ ഓർത്ത് വിലപിക്കുന്ന വിശ്വാസികളെ, നാളെ പരലോകത്ത് നമ്മുടെ കൈകൾ കടിക്കരുത്. ഹലക അന്നീ സുൽത്താനിയ, എൻ്റെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു. ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സ്വല്ലൂ,
മലക്കുകളെ അവരെ പിടിക്കുക, നരകത്തിലേക്ക് എറിയുക, തീജ്വാലയിലേക്ക് അവരെ കുഴിച്ചു മൂടുക എന്ന് പറയുന്ന സൂറത്തുൽ ഹാഖയുടെ അധ്യായത്തിലെ വചനാമൃതങ്ങളാണ് വിശ്വാസികളെ. നാട്ടിൽ ഭരിച്ചിരുന്ന എല്ലാ രാജാധികാരവും നഷ്ടപ്പെട്ടു പോയി, സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഉപകാരപ്പെടാത്തതാണ് എന്നുള്ള ആ ഒരു ദിവസത്തെ കുറിച്ചുള്ള ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം സഹോദരങ്ങളെ. ആ ദിവസത്തിൽ വിലപിക്കുന്ന ഒരു നാവായി മാറരുത്, വിലപിക്കുന്ന ശരീരമായി നാം മാറരുത്. ആ വിലപിക്കുന്ന ദിവസം എത്തുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ നാം വിചാരണ ചെയ്യണം നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച്, നാം തൂക്കി നോക്കണം നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ എല്ലാവരും തിരിച്ചു പോകും, എല്ലാവരും തിരിച്ചു പോകും. കഴിഞ്ഞ ദിവസം നടന്ന മരണം കണ്ടുവല്ലോ നാം. വിലപിക്കുന്ന എത്രയോ മുഖങ്ങൾ, പ്രയാസപ്പെടുന്ന എത്രയോ മുഖങ്ങൾ, ആ കരച്ചിൽ കണ്ടുപോലും കരഞ്ഞുപോയ എത്രയോ കണ്ണുകൾ. അല്ലേ, നാം ആരെയും കുറ്റം പറയുകയില്ല. അതാണ് മരണം സഹോദരങ്ങളെ. തിരിച്ചു വരാത്ത ഒരു ലോകമാണെന്ന് തിരിച്ചറിയുന്ന ഒരു മരണമാണ് സഹോദരങ്ങളെ. മരിക്കുകയില്ല, മരിക്കുകയില്ല, ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വ്യാമോഹങ്ങൾ മാത്രമാണ്. മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിലൂടെ ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട്. ഇല്ല, മരിച്ചവർ മരിച്ചത് തന്നെ ബർസഖിയായ ഒരു ലോകത്താണ്. അത് എത്ര തന്നെ മഹോന്നതനായിരുന്നാലും ജനകീയനായിരുന്നാലും എത്ര തന്നെ ജനലക്ഷങ്ങൾ ആ മയ്യത്തിന് സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷ്യം വഹിച്ചാലും വിശ്വാസികളെ, ആ മയ്യത്തിന്റെ വിശ്വാസമാണ് അടിസ്ഥാനം. ആ മനുഷ്യന്റെ അഖീദയാണ് പ്രധാനം. ശിർക്കില്ലാത്ത ഒരു ജീവിതമാണ് അവനിലുണ്ട് എങ്കിൽ അവൻ രക്ഷപ്പെട്ടു. ശിർക്കോടുകൂടിയുള്ള മരണമാണ് എങ്കിൽ ആ മയ്യത്തിന് എത്ര തന്നെ ജനലക്ഷങ്ങൾ സാക്ഷ്യം വഹിച്ചാലും, എത്ര തന്നെ ജനങ്ങൾ അലമുറയിട്ട് കരഞ്ഞാലും, എത്ര തന്നെ കണ്ണുകൾ ബാഷ്പകിരണങ്ങൾ ഉതിർന്നു വീണാലും ഒരു ഉപകാരവുമില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു തആല കൽപ്പിച്ചതാണ്, പ്രവാചക, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ടു പോകും. പിന്നെയാണോ ദൈവവിശ്വാസിയല്ലാത്ത നിരീശ്വരവാദിയായവരുടെ കണക്കുകൾ നാം പറയണോ? അല്ലാഹുവിൽ വിശ്വാസമുള്ളവരുടെ അവസ്ഥ തന്നെ, അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്ന എന്തെങ്കിലും ഇബാദത്തുകൾ ഉണ്ട് എങ്കിൽ, പ്രവാചക, താങ്കളെങ്ങാനും അത് ചെയ്താൽ പൊട്ടിപ്പാളീസായി പോവും അമലുകളൊക്കെ. തഹജ്ജുദിന് പ്രതിഫലമില്ല, നമസ്കാരത്തിന് പ്രതിഫലമില്ല, മറ്റുള്ള സുഹൃതങ്ങൾക്കൊന്നും പ്രതിഫലമില്ല. എല്ലാം വെണ്ണീർ പോലെ എല്ലാം നിലച്ചു പോകുകയാണ് നിന്റെ കർമ്മങ്ങൾ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. വിശ്വാസികളെ, മുദ്രാവാക്യങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. പ്രാർത്ഥനകൾ അത് ഉപകാരപ്പെടും. ശിർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടി നാം ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, ആ മയ്യത്തിന് കിട്ടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു സ്തുതിപാഠകരുടെയും വാക്കുകൾ നാളെ പരലോകത്ത് ലഭിക്കുകയില്ല വിശ്വാസികളെ. അതെല്ലാം ദുനിയാവിൽ മാത്രമാണ്. നമ്മെ അടക്കി കഴിയുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ മാത അഹദുകും ഖത അമലുഹു, ഒരാൾ മരിക്കുന്നതോടുകൂടി അവൻ്റെ എല്ലാ അമലുകളും നിലച്ചു പോവുകയാണ്. ഇനി അവൻ്റെ നമസ്കാരമില്ല, ഇനി അവന് നോമ്പില്ല, ഇനി അവന് സക്കാത്തില്ല, ഇനി അവന് മറ്റൊരു സുഹൃതങ്ങളും അവനില്ല. അവൻ്റെ എല്ലാ അമലുകളും നിലച്ചു പോവുകയാണ്. വഇന്നഹു ലാ യസീദുൽ മുഅ്മിനു ഉമറുഹു ഇല്ലാ ഖൈറുഹു, സത്യവിശ്വാസിയുടെ ആയുസ് നന്മയല്ലാതെ മറ്റൊന്നും വർദ്ധിക്കുകയില്ല. അതേ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വരദാനമാണ് നമ്മുടെ ഈ ആയുസ്. 40, 50, 60, 70 ഒക്കെ റഹ്മാനായ റബ്ബിൻ്റെ വരദാനമാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടി അമലുകളിൽ കൂടി ഖൈറിൽ കൂടി നമ്മുടെ ആയുസ്സിന് ഗണ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം വിശ്വാസികളെ. അതുമാത്രമാണ് ഖൈർ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എത്ര നന്മകൾ ചെയ്താലും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നോക്കൂ സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് പ്രവാചകരുടെ പ്രതിവ്യനായ മഹാനായ അബീ ത്വാലിബ്. ഖുറൈശികളുടെ കണ്ണിലുണ്ണിയായിരുന്നു. അബീ ത്വാലിബ് എന്ന് പറയുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരാളായിരുന്നു. ഒരിക്കൽ മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്
റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, താങ്കളുടെ പിതൃവ്യനായ അബീ ത്വാലിബിനോട് താങ്കൾക്ക് എന്ത് ഉപകാരമാണ് ചെയ്യുവാനുള്ളത്? എന്ത് ഉപകാരമാണ് ചെയ്യുവാനുള്ളത്? താങ്കളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകിയ അബൂ ത്വാലിബാണ്. താങ്കൾക്ക് വേണ്ടി ശത്രുക്കളോട് ക്ഷോഭിച്ച അബൂ ത്വാലിബാണ്. താങ്കൾക്ക് വേണ്ടി അഭയം നിന്ന അബൂ ത്വാലിബാണ്. മരിച്ചുപോയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ പ്രവാചകർ പറയുകയാണ്, അദ്ദേഹത്തിന് നരകശിക്ഷയിൽ ഏറ്റവും കുറഞ്ഞ സ്ഥാനം അദ്ദേഹത്തിനാണ്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വലൗലാ അന്നാ ലകാന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, ഞാനില്ലായിരുന്നുവെങ്കിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നു എൻ്റെ പിതൃവ്യനായ അബീ ത്വാലിബ്. ഞാനുള്ളത് കൊണ്ടാണ് അബീ ത്വാലിബിന് നരകശിക്ഷയുടെ ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്നത് എന്ന് പറഞ്ഞ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലഘുശിക്ഷയെക്കുറിച്ച്. നരകത്തിൻ്റെ ലഘുശിക്ഷ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോമുഖരങ്ങളിൽ പലതും തെളിയും. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആരെക്കുറിച്ച്? പൊന്നാര റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏറ്റെടുത്ത കൊച്ചാപ്പയായ അബീ ത്വാലിബിനെ കുറിച്ച്. എൻ്റെ മോനെ ആരടാ പറയാനുള്ളത്? ആരടാ എൻ്റെ മോനെതിരെയുള്ളത് എന്ന് പറയുമ്പോൾ ശത്രുക്കളോട് ക്ഷോഭിച്ച അബീ ത്വാലിബിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഒരുപക്ഷെ ലഭിച്ചേക്കാം എൻ്റെ ഷഫാഅത്ത്, എൻ്റെ കൊച്ചാപ്പയ്ക്ക് എൻ്റെ ഷഫാഅത്ത് ലഭിച്ചേക്കാം. അത് കാരണം എൻ്റെ കൊച്ചാപ്പയുടെ ഞെരിയാണി വരെ നരകത്തീ എത്തും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ആ നരകത്തീയുടെ കാരണമായിട്ട് അദ്ദേഹത്തിന്റെ തലച്ചോറ് തിളച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ആരെക്കുറിച്ചായി പറയുന്നത്? പൊന്നാര റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അബീ ത്വാലിബിന്റെ മരണശേഷമുള്ള നരകശിക്ഷയെക്കുറിച്ചാണ് പൊന്നാര റസൂലുള്ള പറയുന്നത്. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന എൻ്റെ കൊച്ചാപ്പ അബീ ത്വാലിബ്, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന്റെ തലച്ചോർ ആ നരകത്തീയുടെ ആ ഉഷ്ണം കാരണം എൻ്റെ പുത്രനായ എൻ്റെ കൊച്ചാപ്പയായ അബീ ത്വാലിബിന്റെ തലച്ചോറ് തിളക്കുന്ന ശിക്ഷ മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നരകശിക്ഷ ശിർക്ക് ചെയ്തവർക്ക് നിശ്ചയമായും അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമെത്തുന്നതുവരെയും അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നുവല്ലോ, ഇന്നാ നഹ്നു നഹ്യുൽ മൗതാ, നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്താണ് വിശ്വാസികളെ. വനകുതുബു, നാം റെക്കോർഡാക്കുക തന്നെ ചെയ്യും, മാ ഖദ്ദമു വആസാറഹും, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും നാം റെക്കോർഡാക്കി വയ്ക്കുക തന്നെ ചെയ്യും. വകുല്ല ശൈഇൻ ഹസ്വൈനാഹു ഫീ ഇമാമും മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ അതെല്ലാം സുവ്യക്തമായി നാം സൂക്ഷിച്ചു വയ്ക്കുക തന്നെ ചെയ്യും എന്ന് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിലെ 1017 നമ്പർ ഹദീസാണ്. വിശ്വാസികളെ, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ നല്ല ഒരു നടപടി അഥവാ ദീനിൽ അടയാളപ്പെടുത്തിയ ഒരു നടപടി ആരെങ്കിലും അവൻ ചെയ്യുകയാണെങ്കിൽ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ ബഅദഹു, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ, ആ ചെയ്തതിൻ്റെ പ്രതിഫലവും ചെയ്യുവാൻ പ്രേരിപ്പിച്ച അവൻ്റെ പ്രതിഫലവും ആ കാരണം കണ്ടുകൊണ്ട് ആരൊക്കെ ചെയ്യുന്നുവോ അതിൻ്റെയും പ്രതിഫലം ഒന്നുപോലും കുറയ്ക്കാതെ ആ ചെയ്തയാൾക്കുണ്ട് എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ദീനിൽ പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ബിദ്അത്ത് ആരെങ്കിലും ചെയ്ത് ആ ബിദ്അത്ത് കണ്ടുകൊണ്ട് ആരൊക്കെ ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം ശിക്ഷകൾ അവന് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വനകതുബു മാ ഖദ്ദമൂ വആസാറഹും, ആ മനുഷ്യൻ ചെയ്ത ആസാറുകൾ, അതിൻ്റെ അടയാളങ്ങൾ
അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ആ മനുഷ്യന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. വവലദൻ സ്വാലിഹൻ തറകഹു, അവൻ ഒഴിവാക്കിയ അവന്റെ സ്വാലിഹായ സന്താനങ്ങൾ. വമുസഹഫൻ വറസഹു, ദുനിയാവിൽ ഉപേക്ഷിച്ച അനന്തരാവകാശമായിട്ടുള്ള അവന്റെ മുസഹഫ്, ഒരു ഖുർആൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി നാം ദാനം ചെയ്യുകയാണെങ്കിൽ, നാം സ്വതക്ക ചെയ്യുകയാണെങ്കിൽ, ആ ഖുർആൻ കൊണ്ട് ആരൊക്കെ പാരായണം ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം പ്രതിഫലം ആ ഖുർആൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് സ്വതക്ക ചെയ്തതിന് പ്രതിഫലമായി ഖബറിൽ എത്തിക്കൊണ്ടേയിരിക്കും. ഔ മസ്ജിദൻ ബനാഹു, ആരെങ്കിലും മസ്ജിദ് പണിതുവോ, ഔ ബൈതൻ ലിബ്നി സബീൽ, ഏതെങ്കിലും ഒരു വഴിപോക്കന് ഒരു വീടുണ്ടാക്കി കൊടുത്തുവോ, ഔ നഹറൻ, അല്ലെങ്കിൽ ഒരു പുഴ, അജ്റഹു ഔ സദഖതൻ അഖ്റജാ മിൻ മാലിഹി ഫീ സുഹ്ഹതിഹി വഹയാതിഹി യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, ജീവിച്ചിരിക്കുന്ന ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ട് സ്വതക്ക ചെയ്തുകൊണ്ട് പള്ളികളോ അല്ലെങ്കിൽ വീടുകളോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള മുസ്ഹഫോ അല്ലെങ്കിൽ മറ്റു ധർമ്മങ്ങളോ ആരെങ്കിലും ചെയ്തുവെങ്കിൽ, വിശ്വാസികളെ, നാം മരിച്ചാലും വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അതിൻ്റെ പ്രതിഫലം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ നമ്മുടെ ഖബറിൽ എത്തിക്കൊണ്ടേയിരിക്കും. ഈ പരിശുദ്ധമായ മസ്ജിദുർ റഹ്മാൻ ഒരു ബഹുമാനനായ ഒരു വ്യക്തി തന്നതാണ്. എന്താണ് അതിൻ്റെ പ്രചോദനം? എന്താണ് അതിൻ്റെ പ്രചോദനം? 80 ലക്ഷത്തിൽ കൂടുതൽ രൂപ മുടക്കിക്കൊണ്ട് തൃശ്ശൂരിലുള്ള ആ സഹോദരൻ ഈ മസ്ജിദിന് വേണ്ടി നിർമ്മിക്കുവാനുള്ള പ്രചോദനം എന്താണ്? ഇതാണ് പ്രചോദനം സഹോദരങ്ങളെ. നാളെ പരലോകത്ത് അദ്ദേഹത്തിന്റെ ഖബറിൽ നാം ഈ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം വിക്റുകൾ, എന്തെല്ലാം അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം ആ മനുഷ്യനും ലഭിക്കുക തന്നെ ചെയ്യും. ഈ മസ്ജിദിന് ഒരു ഖുർആൻ ആരെങ്കിലും സ്വതക്ക ചെയ്തുവോ, ആ ഖുർആൻ കൊണ്ട് ഒരു പാരായണം ചെയ്തു, ഒരു ആയത്താരെങ്കിലും ഓതിയാൽ, ആ ആയത്ത് കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, ആ നന്മയുടെ പ്രതിഫലം ആ പാരായണം ചെയ്തവനും ആ ഖുർആൻ സ്വതക്ക ചെയ്തവനും നാളെ പരലോകത്തുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ വലകുതുബു മാ ഖദ്ദമു വആസാറഹും, നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്കുള്ള പ്രതിഫലം നാളെ പരലോകത്ത് നമ്മുടെ ഖബറുകളിൽ എത്തിക്കൊണ്ടേയിരിക്കും സഹോദരങ്ങളെ. നമ്മുടെ ചുറ്റുപാടുകളിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവാൻ സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത, കരഞ്ഞുകൊണ്ട് ആരോടെങ്കിലും, നിങ്ങളോട് ആരോടെങ്കിലും എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കയ്യിനെ തട്ടിവിടരുത് സഹോദരങ്ങളെ. കഴിയുന്ന സഹായം ആ വീടിൽ പുരനിരഞ്ഞിരിക്കുന്ന ആ മകനെ, ആ മകളെ കെട്ടിച്ചു കൊടുക്കുവാനായിട്ടുള്ള സാമ്പത്തിക സഹായവുമായിട്ട് നമ്മോട് വന്നാൽ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവനെ ഒഴിവാക്കുകയല്ല, അതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് എത്തുക തന്നെ ചെയ്യും. കയറിക്കിടക്കുവാനായിട്ട് ഒരു വാടക കൊടുത്തുവെങ്കിലും നമ്മുടെ സാന്നിധ്യം അറിയിക്കുകയാണെങ്കിൽ, വിശ്വാസികളെ, അതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് എത്തുക തന്നെ ചെയ്യും എന്ന് നാം മറക്കണ്ട വിശ്വാസികളെ. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഒരു മയ്യിത്തിനെ 3 കാര്യങ്ങൾ പിന്തുടരുമെന്നാണ്. 2 കാര്യങ്ങൾ നമ്മിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും, ദുനിയാവിലേക്ക് മടങ്ങും. 1 മാത്രം അവശേഷിക്കും. കുടുംബവും ധനവും കർമ്മവും ആ മയ്യിത്തിനെ പിന്തുടരും. കുടുംബവും സമ്പത്തും നമ്മിലേക്ക്, ദുനിയാവിലേക്ക് തിരിച്ചു പോകും. നാം ഈ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, പാവപ്പെട്ടവനെ അന്നമൂട്ടുന്ന ആ കർമ്മമുണ്ടല്ലോ, മസ്ജിദിന് വേണ്ടി സഹായിക്കുന്ന ആ കർമ്മമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. ഒരു കാരക്കയുടെ ചീന്തു കൊടുത്തിട്ടെങ്കിലും അത് പഠിച്ചുകൊണ്ട് ആരെയെങ്കിലും സഹായിച്ചാൽ, വിശ്വാസികളെ, നമ്മുടെ ഖബറിൽ ആ അമലിന്റെ പ്രതിഫലം എത്തുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മൈക്രോസോഫ്റ്റിന്റെ മുഖമെന്ന് അറിയപ്പെടുന്ന ബിൽ ഗേറ്റ്സിന്റെ ഒരു സാക്ഷ്യപത്രം നാം കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. അദ്ദേഹം ബില്യൺ കണക്കിന് അമേരിക്കൻ ഡോളറിന്റെ അധിപതിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്താണെന്നറിയുമോ സഹോദരങ്ങളെ? അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറയുകയാണ്, ധനാഢ്യനായി ഞാൻ ഈ ലോകത്ത് നിന്നും വിട പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ മുഖമെന്നറിയപ്പെടുന്ന ബിൽ ഗേറ്റ്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വിശ്വാസികളെ.
മില്യൺ കണക്ക് അധിപനായ ആ മനുഷ്യൻ പറയുകയാണ്, ധനത്തോടുകൂടി എൻ്റെ മരണത്തിൻ്റെ ആത്മകഥ എഴുതുന്നവർ ആരും എഴുതി വെക്കരുത്. ധനാഢ്യനായിക്കൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു എന്ന് എന്നെ കുറിച്ച് ആരും എഴുതരുത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം 51 മില്യൺ കോടി രൂപയാണ് കഴിഞ്ഞ ആഴ്ച ലോകത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാക്കി വച്ചത് എന്ന് പറയുമ്പോൾ വിശ്വാസികളെ എന്ത് സമ്പാദ്യമാണ് നാം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ആർക്കു വേണ്ടിയാണ്? നാളെ പരലോകത്ത് ഉപകാരപ്പെടാത്ത സഹോദരനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, ബന്ധുക്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, വേണ്ടപ്പെട്ടവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നാം എത്ര കാലമാണ് നാം ഈ ലോകത്തോട് ജീവിക്കുക? വിശ്വാസികളെ, മരിച്ചു പോകണ്ടേ? അള്ളാഹുവിൻ്റെ ആ സംവിധാനത്തിൽ എത്തേണ്ട സഹോദരങ്ങളെ, ആ മഹ്ശറ എന്ന് പറയുന്ന സംവിധാനത്തിൽ എത്തുമ്പോൾ വിശ്വാസികളെ, ഇതൊക്കെയുള്ളൂ ബാക്കി. വനകതുബൂ മാ ഖദ്ദമൂ വആസാറഹും, നാം ചെയ്ത ആ പ്രതിഫലങ്ങളും അതിൻ്റെ ആധാറുകളും മാത്രം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമായി മാത്രമുണ്ട് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരമാവധി അടയാളപ്പെടുത്തുക സുഹൃതങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട്. കൃത്യമായി നമസ്കരിക്കുന്നവരാവുക. ശിർക്കിൽ നിന്നും മോചനമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുന്ന മുവഹ്ഹിദീങ്ങളെ, നാം അഭിമാനപൂർവ്വം പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ശിർക്കില്ല, എൻ്റെ ജീവിതത്തിൽ തിന്മ വന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ അള്ളാഹു പൊറുക്കാത്ത പാപമില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളവരായിരുന്നു സ്വഹാബാക്കൾ. അവരെല്ലാം ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് വിലപിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. ശിർക്കിൻ്റെ ലാഞ്ചന പോലും എത്താത്ത മഹാന്മാരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കളുടെ ചരിത്രം അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? വിശ്വാസികളെ, തൗഹീദ് കഴിഞ്ഞാൽ നമസ്കാരത്തിന് പ്രാധാന്യം നൽകുക, അതുപോലെയുള്ള സുഹൃതങ്ങൾക്ക് പ്രാധാന്യം നൽകുക, അതുപോലെയുള്ള നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.